റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഗോബി മഞ്ചൂരിയൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനായിട്ടൊരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ചെറിയ ഫ്ലോററ്റ്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇത് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്. വീണ്ടും നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ബാറ്ററാക്കി എടുക്കുക. ബാറ്റർ അധികം ലൂസ് ആവാതെ നോക്കണം, വളരെ തിക്കാവും ചെയ്യരുത്. കോളിഫ്ലവറിൽ ഒരു കോട്ടിംഗ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കണേ. ഇനി നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള കോളിഫ്ലവർ ഫ്ലോററ്റ്സ് എടുത്തിട്ട് ഈ ബാറ്ററിൽ കോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, കൂടാതെ 1 സവാള ക്യൂബ്സായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കം വലിയ ക്യൂബായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, മല്ലിയില, അതുപോലെ വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് റൗണ്ടായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അതിലേക്ക് നമ്മൾ ബാറ്ററിൽ മുക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഫ്രൈ ചെയ്ത അതേ ഓയിലാട്ടോ യൂസ് ചെയ്തത്. എണ്ണ ചൂടായാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ആഡ് ചെയ്യാം. ഇവിടെ ചൂട് കൊണ്ട് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആയതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികം ആഡ് ചെയ്ത് നോക്കണം, കാരണം സോയ സോസിലും ഉപ്പുണ്ട്. നമ്മളിതിൽ ലാസ്റ്റ് സോയ സോസ് ഒഴിക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാലും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സായി വന്നാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ വലിയ ക്യൂബ്സാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ആഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ, നമ്മൾ കോളിഫ്ലവർ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാം. ബാറ്ററിൻ്റെ പച്ചച്ചുവ പോകുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം അവസാനമായിട്ട് നമുക്കിതിലേക്ക് മല്ലിയില, ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇതുപോലുള്ള വെറൈറ്റി ഡിഷസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കണേ.